ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നും ഫിസിക്സ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ കണ്ടു അല്ലേ, സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ്, സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷൻ്റെയും റെസിസ്റ്റൻസിൻ്റെ എങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ അതിനൊരു ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഡെറിവേഷൻ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഫസ്റ്റ് ആയിട്ട് എന്താണ് സീരീസ് കണക്ഷൻ ചെയ്യാറ്. സീരീസ് കണക്ഷൻ എങ്ങനെയാണ്, രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നു അല്ലേ, ശ്രേണി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് രണ്ട് റെസിസ്റ്റേഴ്സ്. കൊണ്ട് ഇനി എന്ത് പേര് കൊടുക്കാം? ഇത് റെസിസ്റ്റർ 1, അതുകൊണ്ട് R1, ഇത് റെസിസ്റ്റർ 2, R2, ഇതിലേക്കൂടെ പോണ കറണ്ട് I. ഇത് ഫിഗർ 1.6 നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, അതാണ് കൊടുത്തേണ്ടത്. അപ്പോൾ എന്താണ് ഇതെന്ന് പറയുന്നത് സീരീസ് കണക്ഷനിലുള്ള റെസിസ്റ്റൻസ് ആണ്. രണ്ട് റെസിസ്റ്റർ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ സീരീസ് കണക്ഷനിൽ സീരീസിലാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്, റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അങ്ങനെ കഴിഞ്ഞ ബോക്സിൽ പഠിച്ചു അല്ലേ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് കണക്ഷൻ ഇൻക്രീസസ്. എപ്പോഴും സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, അതിനൊരു ഡെറിവേഷൻ ഉണ്ട്, നമുക്ക് ഡെറിവേഷൻ ചെയ്യാം. എന്താണ്, when resistors are connected in parallel, potential difference get divided. ഞാൻ പറഞ്ഞു സീരീസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കറണ്ട് രണ്ട് റെസിസ്റ്ററിലേക്കും പോണ കറണ്ട് സെയിം ആണ്, പക്ഷേ ഈ രണ്ട് റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. സെയിം കറണ്ട് ഡിഫറെൻറ്റ് വോൾട്ടേജ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ R1 അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും? R1 അക്രോസ് ഉള്ള വോൾട്ടേജ് V1 ഉം R2 അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്, R2 അക്രോസ് ഉള്ള വോൾട്ടേജ് V2 ആയിരിക്കും. കാരണം സെയിം കറണ്ടും ഡിഫറെൻറ്റ് വോൾട്ടേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ വോൾട്ടും ഈ രണ്ടിൻ്റെ എഫക്റ്റീവ് വോൾട്ടേജ് എന്താണ്, എഫക്റ്റീവ് വോൾട്ടേജ് വിയും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. നമുക്ക് അതിൻ്റെ ടേബിളിൽ പഠിച്ചു. 2.2 ഓമിയുടെ പോണുമ്പോൾ ഉള്ള ഇതാണ് 2.06 ആണ് വോൾട്ട് മീറ്ററിൽ കാണിച്ചത്. ഇനി 1 ഓമിയുടെ പോയ അപ്പോൾ എന്താണ് കാണിച്ചത്, 0.94 കാണിച്ചു. അപ്പോൾ എഫക്റ്റീവ് വോൾട്ടേജ് വെച്ചാൽ മൊത്തത്തിലുള്ള വോൾട്ടേജ് എത്രയായിരുന്നു, ഈ രണ്ടും കൂടി ആഡ് ചെയ്താണ് നമുക്ക് മൊത്തത്തിലുള്ള വോൾട്ടേജ് കിട്ടിയത്. ഇവിടെ എന്തൊക്കെയുണ്ട്, ഒരു V1 ഉണ്ട്, ഒരു V2 ഉണ്ട്, V ഉണ്ട്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് വോൾട്ടേജ്. ഈ രണ്ട് റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് കൂടിയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മൾ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആണ് പിന്നെ റെസിസ്റ്ററിലേക്ക് വന്ന കറണ്ട് I ആണ്. ഈ കറണ്ട് I എന്ന് മാത്രം ചെയ്താൽ കാരണം എന്താ, ഈ രണ്ട് റെസിസ്റ്ററിലും കറണ്ട് സെയിം ആണ്. R1 വന്ന കറണ്ടും I ആണ്, അതേപോലെ R2 വന്ന കറണ്ടും I ആണ്. കാരണം എന്താണ്, ഇൻ സീരീസ് കണക്ഷൻ സെയിം കറണ്ട് ഡിഫറെൻറ്റ് വോൾട്ടേജ്. നമ്മൾ ഓംസ് ലോ പഠിച്ചു അല്ലേ. ഈ ഓംസ് ലോ അനുസരിച്ച് എന്താണ്, അപ്പോൾ ഇതെങ്ങനെ ഇതാ, ഈ സീരീസ് കണക്ഷനിൽ എന്താണ് വോൾട്ടേജ് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഗെറ്റ്സ് ഡിവൈഡഡ്, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് Vനെ ഈ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്ന V എന്തായി മാറും, V1 + V2 ആയി മാറാമല്ലോ. എന്താണോ ഡിവൈഡ് ചെയ്ത് പോകുന്നത് അതിന് നമ്മൾ ആദ്യം എഴുതി. കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല അല്ലേ, കറണ്ട് രണ്ട് റെസിസ്റ്ററിലും സെയിം ആണ്. വ്യത്യാസമുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന ചിന്ത രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അതെന്താ, ഈ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും ഈ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും ഡിഫറെൻ്റ് ആണ്. ഇത് രണ്ടും കൂട്ടുമ്പോഴാണ് നമുക്ക് മൊത്തത്തിലുള്ള എഫക്റ്റീവ് വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ V എന്ന് പറയുന്നത് എന്താണ്, V1 + V2. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗെറ്റ് ഡിവൈഡഡ് ഇൻ സീരീസ്. ഇനി നമുക്കറിയാം ഓംസ് ലോ. ഓംസ് ലോ അനുസരിച്ച് V എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓംസ് ലോ പഠിച്ചു. അക്കോർഡിംഗ് ടു ഓംസ് ലോ നമ്മളെങ്ങനെയാണ് ഓംസ് ലോ V = IR. ഇതിൽ ഓംസ് ലോ പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് = I × R, കറണ്ട് × റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ അക്കോർഡിംഗ് ടു ഓംസ് ലോ ഉള്ള കണ്ടീഷൻ നമുക്ക് ഇവിടേക്ക് അപ്ലൈ ചെയ്യണം. എന്ത് ചെയ്താൽ അക്കോർഡിംഗ് ടു ഓംസ് ലോ ഓംസ് നിയമപ്രകാരം ഓമിൻ്റെ നിയമപ്രകാരം എന്താണ്, V = എന്ത് നമുക്കറിയാം, 9 പഠിച്ചിട്ടുണ്ട്. V = IR. V = IR ആണ് ഓംസ് ലോ അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഈ Vക്ക് പകരം എന്തിട്ട് കൊടുക്കുകയാണ്, നമ്മൾ IR ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ Vക്ക് പകരം നമ്മൾ IR അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്താണ്, V എന്ന് പറയുന്നത് എന്താണ്, V എന്ന് പറയുന്നത് IR ആണ്. ജസ്റ്റ് ഇക്വേഷൻ പോലെ കാണിച്ചത്. ഇതാണ് ഇക്വേഷൻ 1, ഇതാണ് 2. നമ്മൾ എന്താ ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1 എന്നുവെച്ചാൽ ഈ V = IR എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്.
അപ്പം ഇവിടുത്തെ വി എന്തായി മാറും? ഈ വി എന്തായി മാറും? വി ഈക്വൽ ടു ഐ ആർ അല്ലേ? വി ഈക്വൽ ടു V1 പ്ലസ് V2 എന്ന് കിട്ടി. ഓംസ് ലോ അനുസരിച്ച് വി ഈക്വൽ ടു ഐ ആർ ആണെന്ന് അറിയാം. അപ്പം ഈ വിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തി? ഐ ആറിന് ഈക്വൽ ടു V1 പകരം എന്ത് ചെയ്യാം? V1 എന്ന് പറയുന്നത് R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് അല്ലേ? അപ്പോൾ V1 ഇസ് ഈക്വൽ ടു I ഇൻറ്റു R1. കാരണം എന്താണ്? R1 എടുക്കാൻ കാരണം എന്താണ്? V1 എന്ന് പറയുന്നത് R1ന്റെ വോൾട്ടേജ് ആണ്. അതുകൊണ്ടാണ് V1 ഇസ് ഈക്വൽ ടു I ഇൻറ്റു R1 എന്ന് എഴുതുന്നത്. നമുക്ക് എഴുതാം I ഇൻറ്റു R1 പ്ലസ് V2 എന്ന് പറയുന്നത് ഏതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്? റെസിസ്റ്റർ 2 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് V2 എങ്ങനെ എഴുതാം? V2 ഇസ് ഈക്വൽ ടു I ഇൻറ്റു R2. ഞാൻ പറഞ്ഞു രണ്ട് റെസിസ്റ്ററിന് വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ V1 ഇസ് ഈക്വൽ ടു IR1 എന്നും V2 ഇസ് ഈക്വൽ ടു IR2 എന്നും എഴുതുന്നത്. അപ്പോൾ എന്ത് എഴുതി? IR ഇസ് ഈക്വൽ ടു ഒന്ന് നോക്കിയാൽ ഇവിടെ വിയുടെ അടിയിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒന്നുമില്ലല്ലേ, വെറും വി ആണ്. അപ്പോൾ നമ്മൾ IR എഴുതി. ഇവിടെ V1 ആണ്. V1 ആയതുകൊണ്ട് നമ്മൾ എന്താ? IR1. ഇവിടെ V2 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് സെക്കൻഡ് റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ്. അപ്പോൾ എന്ത് വരും? IR2. അപ്പോൾ IR ഇസ് ഈക്വൽ ടു IR1 പ്ലസ് IR2. ഞാൻ കിട്ടിയില്ല നമുക്ക്. എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് കോമൺ ആയിട്ടുള്ളത്? നിങ്ങൾ നോക്കി, കോമൺ ആയിട്ടുള്ള I കിടപ്പുണ്ടല്ലേ. ഇവിടെ IR1 ആണ്, ഇതും IR2 ആണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള I നമുക്ക് പുറത്തേക്ക് എടുക്കാം. IR1 IR2. അപ്പോൾ കോമൺ ആയിട്ട് കിടക്കുന്നത് I ആണ്. രണ്ടിലും I ഉണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയ I പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റിൽ ആരൊക്കെ വരും? R1 R2. ബ്രാക്കറ്റിൽ എന്താവുന്നത്? R1 പ്ലസ് R2 കിട്ടിയല്ലോ. എന്താ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തത്? രണ്ടിലും I ഉണ്ട്. IR1 പ്ലസ് IR2 അല്ലേ? രണ്ടിലും I കോമൺ ആണ്. അത് നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള I പുറത്തേക്ക് എടുത്തു. ബാക്കി ആരാണുള്ളത്? R1 R2. R1 പ്ലസ് R2 I നമ്മൾ പുറത്തേക്ക് എടുത്തു. നമ്മൾ നോക്കുക, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ഇവിടുത്തെ I എടുക്കുന്നുണ്ട് അല്ലേ? ഇവിടെ IR ഉണ്ട്, ഇവിടെ I ഇൻറ്റു R1 പ്ലസ് R2. അപ്പോൾ കോമൺ ആയിട്ട് ആരാളുള്ളത്? I. ഇവിടെയും കോമൺ ആണ്. അപ്പോൾ നമുക്ക് I നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടുത്തെ I പോകും. കാരണം എന്താ? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും സെയിം വന്നെങ്കിൽ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് വരാം? I ക്യാൻസൽസ് ഔട്ട് അല്ലേ? I ക്യാൻസൽസ് ആവും. I ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പോൾ എന്ത് വരും? ഈ ഐയും പോയി. ബാക്കി എന്താ ഉള്ളത്? R ഈക്വൽ ടു R1 പ്ലസ് R2. R ഈക്വൽ ടു R1 പ്ലസ് R2. അപ്പോൾ സീരീസ് കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനാണ്. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഈ രണ്ട് റെസിസ്റ്ററും കൂടിയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും സീരീസ് കണക്ഷനിൽ കിട്ടുക. അപ്പം പിന്നെ ക്വസ്റ്റിന് സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്യേണ്ടത്? രണ്ട് റെസിസ്റ്ററും തമ്മിൽ കൂട്ടണം. R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഒന്നുകൂടെ പറയാൻ വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞതാണ്. സീരീസ് കണക്ഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ്? ഇതാണ് സീരീസ് കണക്ഷൻ. നമുക്കറിയാം സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. അത് I എന്ന് പറയുന്ന കറണ്ട് തന്നെയായിരിക്കും R1 കൂടെ പോകുന്നതും R2 കൂടെ പോകുന്നത് I എന്ന് പറഞ്ഞ കറണ്ട് തന്നെയാണ്. പക്ഷേ വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എന്താണ്? R കൂടെ വന്ന വോൾട്ടേജ് V1 ഉം R2 കൂടെ വന്ന വോൾട്ടേജ് V2 ആയിരിക്കും. V എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ മൊത്തം വോൾട്ടേജ് ആണ് V എന്ന് പറയുന്നത്. അപ്പോൾ V എന്ന വോൾട്ടേജ് ആണ് ഈ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയതല്ലേ? നമ്മൾ ഒരു സർക്യൂട്ടിലേക്ക്. അപ്പോൾ എന്താണ്? V ആണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് V ഈക്വൽ ടു V1 പ്ലസ് V2 എന്ന് എഴുതി. V is equal to V1 പ്ലസ് V2. ഇവിടെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? കറണ്ട് സെയിം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ ഡിഫറെൻ്റ് ആയി നമ്മൾ ആദ്യം എഴുതി V is equal to V1 പ്ലസ് V2. V എന്ന് പറയുന്നത് V1ൻ്റെയും V2ൻ്റെയും സം ആയിരിക്കും അല്ലേ? ഇനി അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഓംസ് നിയമപ്രകാരം എന്താണ്? V എന്ന് പറയുന്നത് എന്താണ്? V എന്ന് പറയുന്നത് I ഇൻറ്റു R ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി Vക്ക് പകരം ഓംസ് ലോ അനുസരിച്ച് IR എന്നൂടെ എഴുതാൻ പോവാണ്. അപ്പോൾ Vക്ക് പകരം നമ്മൾ എന്ത് എഴുതി? IR എന്ന് എഴുതി. ഇനി V1 ആണ്. V1 എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഫിഗർ നോക്കുക. V1 എന്ന് പറയുന്നത് R1ൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V1. അപ്പോൾ നമ്മൾ V1 എന്ത് ചെയ്താൽ 1 ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ IR1, റെസിസ്റ്റർ 1 കൂടെ പോകുന്ന വോൾട്ടേജ് ആണ് V1. അതുകൊണ്ട് റെസിസ്റ്ററിന് ഇവിടെ 1, ഫസ്റ്റ് റെസിസ്റ്ററിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യും അല്ല ഡിനോട്ട് ചെയ്യും. R1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് റെസിസ്റ്റർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി V2 എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് അക്രോസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് സെക്കൻഡ് റെസിസ്റ്റർ.
സെക്കൻഡ് റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? V2. V2 എന്ത് കിട്ടും നമുക്ക്? I × R2. V2 എന്ന് പറയുന്നത് I × R2. V2 എന്ത് എഴുതി? I × R2 എന്ന് എഴുതി. എന്നാൽ നോക്കാം, IR അങ്ങനെ തന്നെ എഴുതി. ഇനി നോക്കാം, അവിടെ രണ്ട് സ്ഥലത്തും I കോമൺ ആണല്ലേ, രണ്ടിലും I പൊതുവായിട്ടുണ്ട്. അപ്പോൾ ആ പൊതുവായ നമ്പർ നമ്മൾ മാത്സിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള നമ്പറിനെ പുറത്തേക്ക് എടുക്കില്ലേ, അത് തന്നെ കോമൺ ആയിട്ടുള്ള ഐനെ പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റിൽ ആര് വന്നു? R1 R2. I കോമൺ ആയിട്ട് എടുത്ത കാരണം നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടു. അപ്പോൾ R1 + R2. വീണ്ടും I എടുക്കേണ്ട കാരണം എന്താണ്? I രണ്ടിൻ്റെ I കൂടിയാണ് നമ്മൾ പുറത്തേക്ക് എടുത്തേണ്ടത്. അപ്പോൾ I ബ്രാക്കറ്റിൽ R1 + R2. നമ്മൾ നോക്കുക, IR = I × R1 + R2. ഇവിടെ നോക്കുക, I രണ്ട് സൈഡിലും ഉണ്ടല്ലേ. അപ്പോൾ രണ്ട് സൈഡിലും സെയിം നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ്? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്താണ്? ഈ ഐയും ഈ ഐയും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? R. R = R1 + R2. എന്താണ്? സീരീസ് കണക്ഷനിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? R1 + R2. ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാം. ഇത് കൂടുതൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമുക്ക് സീരീസ് കണക്ഷനിൽ ഒരു സർക്യൂട്ട്, രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് കണക്ഷനിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് റെസിസ്റ്റർ 4 Ω, സെക്കൻഡ് റെസിസ്റ്റർ 2 Ω ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഇൻ ദിസ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. റെസിസ്റ്റൻസ് പറഞ്ഞാൽ R കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ എന്താണ് നമുക്കറിയാം, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. എന്താണ് സീരീസ് കണക്ഷനിൽ R കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് പഠിച്ചത്? R = R1 + R2. പഠിച്ചല്ലോ. ഈക്വൽ ടു എന്താണ്? 4. R1 എന്ന് പറയുന്നത് 4 Ω, 4 Ω + R2 എന്ന് പറയുന്നത് 2 Ω, 2 Ω. = എന്താണ്? 4 + 2 6 Ω. ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിച്ചു? നമ്മൾ ആ ഇക്വേഷൻ മാർക്ക് ചെയ്തിട്ടാ. ഇക്വേഷൻ എന്ന് പറയുന്നത് R1 + R2. എത്ര റെസിസ്റ്റർ ഉണ്ടോ അത്രയും റെസിസ്റ്റൻസ് കൂട്ടി പോയാൽ മതി. അപ്പോൾ R1 + R2 4 Ω + 2 Ω 6 Ω കിട്ടി. ഇനി നമ്മൾ ഒരു റെസിസ്റ്ററോടെ തന്നിട്ടുണ്ടായിരിക്കുക. എന്താണ്? 1 Ω റെസിസ്റ്ററോടെ തന്നിട്ടുണ്ട്. ഇത് R3 ആണ്. അങ്ങനെ എത്ര റെസിസ്റ്റർ വേണമെങ്കിലും പോവാം. എത്ര റെസിസ്റ്റർ ഉണ്ടായാലും എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഇപ്പോഴത്തെ 3 റെസിസ്റ്റർ ഉണ്ടല്ലേ, അതിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? R = R1 + R2 + R3. എത്ര റെസിസ്റ്റർ ഉണ്ടോ അതിങ്ങനെ കൂട്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്യൂട്ടിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നോക്കാം, ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയായി? 4 Ω + 2 Ω + 1 Ω. ഇതൊരു 7 Ω. മനസ്സിലായോ? അപ്പോൾ സീരീസ് കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തന്നേണ റെസിസ്റ്റൻസിൻ്റെ എല്ലാം സം ചെയ്താൽ മതി. തന്നേണ റെസിസ്റ്ററിൻ്റെ വാല്യൂസ് കൂട്ടി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് കിട്ടും? മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് കിട്ടും. അപ്പം സീരീസ് കണക്ഷനിൽ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ പാരലൽ കണക്ഷനിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ് രണ്ട് റെസിസ്റ്റേഴ്സ് ഇരിക്കുന്നത്? നിങ്ങൾക്കറിയാം, പാരലൽ കണക്ഷനിൽ റെസിസ്റ്റേഴ്സ് ഇരിക്കുന്നത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരയ്ക്കാം. ഫിഗർ 1.7 ഇൻ പേജ് നമ്പർ 16. ഇനി മുമ്പ് ഒരു കാര്യം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് പാരലൽ കണക്ഷനിലേക്ക് പോവാം. ആ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് സെന്റൻസ് നോക്കിയാൽ നമ്മൾ R = R1 + R1 എന്ന് കണ്ടുപിടിച്ചു. എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ദ സം ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഓൾ റെസിസ്റ്റേഴ്സ് വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും സമ്മാനെന്ന് മനസ്സിലായി. എന്താണ് അടുത്ത സെന്റൻസ് നോക്കുക. ഇഫ് ദ റെസിസ്റ്റേഴ്സ് ആർ ഓഫ് സെയിം വാല്യൂ then the effective resistance can be obtained by multiplying the resistance of a resistor with the number of resistors. നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായി കണ്ടല്ലേ? കാര്യം പറഞ്ഞുതരാം. അപ്പോൾ 3 റെസിസ്റ്റർ ഉണ്ട്. എന്താണ് പറഞ്ഞത്? ഈ 3 റെസിസ്റ്ററിനും സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ 4 Ω 4 Ω 4 Ω ഇങ്ങനെ
റെസിസ്റ്റേഴ്സിനെല്ലാം സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം? കൂട്ടിയാലും കിട്ടും, 4+4+4 ചെയ്താലും കിട്ടും. അതിന് പകരം വേറെ എളുപ്പത്തിലുള്ള മെത്തേഡ് കൊണ്ട് പറഞ്ഞതാണ് സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, ഇത് സെയിം വാല്യൂ ആണെങ്കിൽ മാത്രം നടക്കുള്ളൂ കേട്ടോ പറഞ്ഞ കേസ്. സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാണ്? 4 അല്ലേ? ഇൻറ്റു എത്ര റെസിസ്റ്റർ? 1 2 3 റെസിസ്റ്റർ. അപ്പോൾ എന്താണ്? 12 ഓം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 12 ഓം. ഇങ്ങനെയാണ്. ഏത് കണ്ടീഷനിലാണ്? എല്ലാ റെസിസ്റ്റേഴ്സും സെയിം ആയിരിക്കുന്ന കണ്ടീഷനിൽ മാത്രം കേട്ടോ. ഇത് 3 4 ഓം ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ റെസിസ്റ്റൻസ് ഇൻറ്റു നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. സെന്റൻസ് ടെക്സ്റ്റ് ബുക്ക് തന്നതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് റെസിസ്റ്റേഴ്സ് ആർ ഓഫ് സെയിം വാല്യൂ, ഒരേ വിലയുള്ള റെസിസ്റ്റർ ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? വാല്യൂ ഓഫ് ദ റെസിസ്റ്റർ. ഇവിടെ റെസിസ്റ്ററിന്റെ വാല്യൂ എന്താണ്? 4 ഓം ഇൻറ്റു നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. എത്ര റെസിസ്റ്റർ ഉണ്ട് ഇവിടെ? 3 12. നിങ്ങൾക്ക് ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഇക്വേഷൻ വെച്ച് ചെയ്താലും കിട്ടും. നമുക്ക് നോക്കാം. R എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്ത് നോക്കി. 4 പ്ലസ് 4 പ്ലസ് 4 8 8 പ്ലസ് 4 12. അങ്ങനെ ചെയ്താലും കിട്ടും. ഒരു സ്റ്റെപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിലൂടെയും പറയുന്നത്. എപ്പോഴാണ് ഡിഫറെൻറ്റ് വാല്യൂസ് ആണെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. R1 പ്ലസ് R2 പ്ലസ് R3 തന്നെ ഉപയോഗിക്കണം. അപ്പോൾ എല്ലാവരും സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ റെസിസ്റ്ററിന്റെ വാല്യൂ ഇൻറ്റു എത്ര റെസിസ്റ്റർ ഉണ്ടെന്ന് ഇൻറ്റു ചെയ്താലും മതി എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യമുണ്ട്, ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ പാരലൽ കണക്ഷനിലേക്ക് പോവാണ്. എന്താണ് കണ്ടുപിടിക്കുന്നത്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇതേപോലെ R=R1 പ്ലസ് R2 പഠിച്ചില്ലേ? അതുപോലെ ഒരു ഇക്വേഷൻ പാരലൽ കണക്ഷനുണ്ട്. അത് ഡിറൈവ് ചെയ്യാനാണ് നമുക്ക് പോകുന്നത്. നമുക്ക് ആദ്യം പാരലൽ കണക്ഷൻ ഫിഗർ വരയ്ക്കും. ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. ആ ഫിഗർ തന്നെയാണ് ഞാനും വരയ്ക്കുന്നത്. ഇതാണ് ഫിഗർ കൊടുത്തത് അല്ലേ? ഇപ്പൊ എന്താണ് പറയുന്നത്? ഇവിടെ എന്താണ് കണക്ഷൻ നിങ്ങൾ നോക്കുക. ഇപ്പൊ ഞാൻ ഫിഗർ ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ, ഞാൻ നിങ്ങൾക്ക് വരച്ചത് എങ്ങനെയാണ്? പാരലൽ കണക്ഷൻ ഇങ്ങനെയാണ് വരച്ചത് അല്ലേ? എന്താണ് നമ്മൾ നോക്കേണ്ടത്? രണ്ടറ്റം തുടങ്ങിയതും സെയിം പോയിന്റിലാണ്, അവസാനിച്ചതും സെയിം പോയിന്റിലാണ്. അത് തന്നെ ഇവിടെ നോക്കിയാൽ മതി. ഷേപ്പ് മാറ്റി നോന്ന് വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ തന്നെ ഒന്നില്ല പാരലൽ കണക്ഷൻ. നിങ്ങൾ എന്താ നോക്കുക? അതിന്റെ എൻസ് നോക്കുക. എൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനാണോ? സെയിം പോയിന്റ് എയിലാണ് രണ്ട് റെസിസ്റ്ററിന്റെ എൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അവസാനിക്കുന്ന സെയിം പോയിന്റാണ് ബി. അപ്പൊ ഇങ്ങനെയുള്ള കണക്ഷനാണ് സീരീസ് കണക്ഷൻ. രണ്ട് റെസിസ്റ്റേഴ്സ്, ഇപ്പൊ അടുത്ത റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആയിരിക്കണം, അടുത്ത റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് സീരീസ് കണക്ഷൻ വരാം. എന്താ? തുടങ്ങുന്ന പോയിന്റും അവസാനിക്കുന്ന പോയിന്റും കോമൺ ആയിരിക്കും എല്ലാ റെസിസ്റ്റേഴ്സിനും. അങ്ങനെയാണ് നമ്മൾ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഷേപ്പ് മാറ്റി തന്നു വെച്ചിട്ടത് പാരലൽ കണക്ഷൻ അല്ലാന്ന് വിചാരിക്കുന്നത് കേട്ടോ. എന്താണ്? തുടങ്ങുന്ന പോയിന്റും അവസാനിക്കുന്ന പോയിന്റും സെയിം ആണ് രണ്ട് റെസിസ്റ്റേഴ്സിന്റെ അല്ലേ? അതിനുള്ള കണക്ഷനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. ഇവിടെ റെസിസ്റ്റൻസ് R1 ഉണ്ട്, റെസിസ്റ്റർ R2 ഉണ്ട്. രണ്ട് വേറെ വാല്യൂ ഉള്ള റെസിസ്റ്റർ അല്ലേ? നമുക്ക് എന്തറിയാം? പാരലൽ കണക്ഷൻ നമ്മൾ എന്ത് പഠിച്ചു? വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് ഡിഫറെന്റ് ആണ്. സീരീസ് കണക്ഷന്റെ നേരെ ഓപ്പോസിറ്റ്. സീരീസ് കണക്ഷനിൽ എന്താണ് പഠിച്ചത്? കറണ്ട് സെയിം, വോൾട്ടേജ് ഡിഫറെന്റ്. പാരലൽ കണക്ഷനിൽ വരുമ്പോൾ എന്ത് വരും? കറണ്ട് ഡിഫറെന്റ്, വോൾട്ടേജ് സെയിം. ഓരനെ പഠിച്ചെടുത്തിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേന്ന് ഓർത്താൽ മതി. മാറിപ്പോയത് നമ്മളുണ്ട്. അതുകൊണ്ട് മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തം തെറ്റും. അപ്പൊ എന്താണ്? നമുക്ക് ഈ റെസിസ്റ്ററിലേക്ക് വരുന്ന കറണ്ട്, ഈ സർക്യൂട്ടിലേക്ക് വരുന്ന കറണ്ട് എന്താണ്? I ആണ് ഈ സർക്യൂട്ടിലേക്ക് വരുന്ന കറണ്ട്. ഈ I എന്ന കറണ്ട് ഈ പോയിന്റ് എത്തുമ്പോൾ ഇത്രയും ഈ A വരെ എന്താണ്? I എന്ന് പറഞ്ഞ കറണ്ട് വരുന്നു. നോക്കുക, ഈ പോയിന്റ് A എത്തുമ്പോൾ രണ്ട് പാർട്ടായിട്ട് ഈ സർക്യൂട്ട് ഡിവൈഡ് ചെയ്യില്ലേ? അപ്പൊ എന്ത് പറ്റും? കുറച്ച് കറണ്ട് ഈ വഴിക്ക് പോകും, അത് നമ്മൾ I1 കിട്ടും. ഇനി എന്താ? ഈ Iയുടെ കുറച്ച് കറണ്ട് ഈ വഴിക്ക് പോകും, അത് നമ്മൾ I2 കൊടുത്തു. മനസ്സിലായോ? അപ്പൊ അവിടെ കറണ്ട് ഡിവൈഡ് ചെയ്ത് പോയേക്കാണ്. കറണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി? തന്നെ കറണ്ട് I1ഉം I2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയി. ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? നമുക്ക് ആരോ മാർക്ക് കൊടുത്തത് കറണ്ടിന്റെ ഫ്ലോ ആണ് കാണിക്കുന്നത്. ഈ കറണ്ട്, ഈ I1 കറണ്ട് ഇവിടെ കയറി
ഇവിടെ ഈ വഴിക്ക് പോകും. I2 എന്നുള്ള കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും, ഈ റെസിസ്റ്ററിൽ കൂടെ ഇങ്ങോട്ട് പോകും. അവസാനം അവർ ഇവിടെ വെച്ച് ഈ പി എന്ന പോയിന്റ് വെച്ചിട്ട് തന്നെ കൂട്ടിമുട്ടാ ചെയ്ത്. അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ് ഡിഫറെൻറ്റ്, കറണ്ടാണ് ഡിഫറെൻറ്റ്. I എന്ന പറഞ്ഞ കറണ്ട് I1ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് വിഭജിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഈ എ എന്ന പോയിന്റിൽ വരെ കറണ്ട് I ആണ്. ഈ എ എന്ന പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, സർക്യൂട്ട് രണ്ട് വഴിക്ക് തിരിയാണ്. അപ്പോൾ കുറച്ച് കറണ്ട് R1 റെസിസ്റ്റൻസിലേക്കും പോകും, കുറച്ച് കറണ്ട് R2 എന്ന റെസിസ്റ്റൻസിലേക്കും പോകും. അപ്പോൾ എന്താണ്, കറണ്ട് ഡിഫറെൻ്റ് ആണെന്നും പഠിച്ചു. സെയിം കറണ്ട് ആയിരിക്കില്ല I1 I2 R1 R2 പോവുക അല്ലേ. അപ്പോൾ എന്താണ്, ഈ വഴിക്ക് R1 പോണ കറണ്ടിന് I1 എന്നും R2 പോണ കറണ്ടിന് നമ്മൾ I2 എന്നും പേര് കൊടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ സീരീസ് കണക്ഷനിൽ എന്ത് ചെയ്തു, വോൾട്ടേജ് ആയിരുന്നു ഡിഫറെൻറ്റ്, വോൾട്ടേജ് ഗെറ്റ്സ് ഡിവൈഡഡ് എന്നാണ് പറഞ്ഞത്. അപ്പം പാരലൽ കണക്ഷനിൽ എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്, കറണ്ട് ഗെറ്റ്സ് ഡിവൈഡഡ് അല്ലേ. കറണ്ട് അല്ലേ ഡിവൈഡ് ചെയ്ത് പോകുന്നത്, കറണ്ട് ഗെറ്റ്സ് ഡിവൈഡഡ്, കറണ്ടാണ് വിഭജിക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, കറണ്ട് എങ്ങനെയാണ് വിഭജിക്കപ്പെടുന്നത് നോക്കാം. നമുക്ക് മൊത്തം കറണ്ട് എന്താണ്, നമുക്ക് കിട്ടിയ മൊത്തം കറണ്ട് ഈ സർക്യൂട്ടിലേക്ക് നമ്മൾ ഇത് കൊടുത്ത കറണ്ട് I ആണ്. ആ കറണ്ട് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് പോയത്, I എന്ന് പറഞ്ഞ കറണ്ട് I1ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. അപ്പോൾ I is equal to I1 plus I2 എന്ന് എഴുതാലോ. സീരീസിൽ വോൾട്ടേജ് ആയിരുന്നു, അപ്പോൾ V is equal to V1 plus V2 എന്ന് എഴുതി. എന്താണ് വ്യത്യാസമുള്ളത് അത് വെച്ചാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇതിൻ്റെ ഡെഫിനിഷൻ തുടങ്ങുന്നത്. എന്താണ്, സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ആയിരുന്നു വ്യത്യാസം അല്ലേ, ഡിഫറെൻറ്റ് വോൾട്ടേജ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വോൾട്ടേജ് വെച്ച് ഇതിൻ്റെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ഓർത്താൽ മതി. കറണ്ട് ഈ പാരലൽ കണക്ഷനിൽ കറണ്ടാണ് ഡിഫറെൻറ്റ്, അതുകൊണ്ട് എന്ത് വെച്ചിട്ടാണ് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, കറണ്ട് വെച്ചിട്ട് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ I is equal to I1 plus I2, മനസ്സിലായി. I എന്ന് പറയുന്നത് I1 plus I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. ഇനി ഇവിടെ ഓംസ് ലോ തന്നെ അപ്ലൈ ചെയ്യണം. അക്കോർഡിംഗ് ടു ഓംസ് ലോ പ്രകാരം എന്താണ് പറയുന്നത്, I is equal to എന്താണ്, ഓംസ് ലോ അനുസരിച്ച് I എന്ന് പറയുന്നത് എന്താണ്, V equal to IR ആണ് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങനെ V is equal to IR ആണ്. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങനെ I കണ്ടുപിടിക്കാം, I is equal to V by R. നിങ്ങൾ ട്രയാങ്കിൾ വരച്ച് ഞാൻ കാണിച്ചെന്ന് ഓർക്കല്ലേ, V I R ഇങ്ങനെ ട്രയാങ്കിൾ. നമുക്ക് എങ്ങനെ I കണ്ടുപിടിക്കാം, I is equal to V by R. ആവശ്യമുള്ള സാധനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേംസ് V by R. I is equal to V by R. ഇത് ഓംസ് ലോ ട്രയാങ്കിളാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് തോന്നുന്നത്, ഫിസിക്സിൽ ഞാൻ ഡെറിവേഷൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ. അതുപോലെ I is equal to V by R ആണ് ഓംസ് ലോ അനുസരിച്ച് അല്ലേ. അക്കോർഡിംഗ് ടു ഓംസ് ലോ I is equal to V by R. അപ്പോൾ നമുക്ക് I എന്ത് ചെയ്യാം, V by R തന്നെ. I is equal to V by R. അപ്പോൾ I1 എങ്ങനെ എഴുതാം, I1 എന്ന് പറയുന്നത് ആരുടെ അക്രോസ് ഉള്ള കറണ്ടാണ്, R1ൻ്റെ അക്രോസ് ഉള്ള കറണ്ടാണ് I1 അല്ലേ. അപ്പോൾ I1 എങ്ങനെ വരും, V by R ആണോ വരാ, അല്ല R1. കാരണം എന്താ, I1 എന്ന് പറയുന്നത് R1 പോണ കറണ്ടാണ്. അപ്പോൾ I1 പകരം എന്ത് ചെയ്യാം, V by R1. കാരണം എന്താ, I1 എന്ന് പറയുന്നത് R1 പോണ കറണ്ട് ആയതുകൊണ്ട് നമ്മൾ I1നെ എങ്ങനെ എഴുതാം, V by R1. വോൾട്ടേജ് സെയിം ആണല്ലേ, അതുകൊണ്ട് വിക്കൊന്നും വ്യത്യാസം വരില്ല. അവിടെ വോൾട്ടേജ് സെയിം ആണ്, അതുകൊണ്ട് V തന്നെ എഴുതുള്ളൂ, V1 ഒന്നും എഴുതില്ല. കാരണം എന്താണ്, പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആണ്, കറണ്ടാണ് ഡിഫറെൻറ്റ്. പ്ലസ് I2 എന്ന് പറയുന്നത് എന്താണ്, R2 കൂടെ പോണ കറണ്ടാണ് I2. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, V by R2 എഴുതാലോ. I is equal to V by R. I1 is equal to V by R1, I2 is equal to V by R2. അപ്പോൾ ഇവിടെ 1 ഉണ്ടെങ്കിൽ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ടെങ്കിൽ ഇവിടെ 2 ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കാം. 1 and 2 ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇക്വേഷനിൽ തെറ്റിക്കരുത്. ഇനി നമ്മൾ നോക്കുക, ഇവിടെ എന്താണ് കോമൺ ആയിട്ട് കിടക്കുന്നത്, നമ്മൾ നോക്കിയേ, V കോമൺ ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിൽ നോക്കണ്ട, V by R ഈക്വൽ ടു V കോമൺ ആയി V നമ്മൾ പുറത്തേക്ക് എടുത്തു. നമ്മൾ എന്ത് ചെയ്തി, 1 by R1 പ്ലസ് 1 by R2. കാരണം എന്താ, V പുറത്തേക്ക് എടുത്താലാണ് Vക്ക് പകരം 1 വന്നത്. V നമ്മൾ പുറത്തേക്ക് എടുത്തു, അപ്പോൾ Vയുടെ സ്ഥാനത്ത് ആര് വരും, 1 വരും. അപ്പോൾ എന്താണ്, V ഇൻറ്റു 1 by R1 പ്ലസ് 1 by R2. V പുറത്തേക്ക് എടുത്താൽ Vയുടെ പ്ലേസിൽ 1 ആയിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മൾ നോക്കുക, അപ്പോൾ V നമ്മൾ കോമൺ ആയിട്ടുള്ള Vനെ പുറത്തേക്ക് എടുത്തു. ഇനി ഇവിടെ നോക്കുക, ഈക്വലിൻ്റെ അപ്പുറത്തെ ഇപ്പോഴത്തെ ഓരോ V ഉണ്ടല്ലേ, അപ്പോൾ ഇവിടുത്തെ V നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ എന്താണ്, ഇവിടുത്തെ V പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് V by R എന്ന് പറയുന്നതും V ഇൻറ്റു 1 by R എന്ന് പറയുന്നതും സെയിം ആണ്. നിങ്ങൾക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ എന്ത് ഈ Vനെ പുറത്തേക്ക് എടുത്തിട്ട് Vക്ക് പകരം I ഇട്ട് കൊടുത്തു, 1 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്താലും സെയിം ആണ് അല്ലേ.
ഈക്വൽ ടു V into 1 by R equal to V into 1 by R1 plus 1 by R2. കാണാൻ പറ്റുന്നുണ്ടല്ലോ. നോക്കാം, വി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എളുപ്പത്തിന് ഈ വി പുറത്തേക്ക് എടുത്ത് എഴുതിയത്. ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതുന്ന സെയിം ആണ്. നോക്കിയേ, വി ഇൻറ്റു 1 by R എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വി ബൈ ആർ തന്നെ. അപ്പോൾ വി അവിടെ പോലെ തന്നെ വി ഇൻറ്റു 1 by R എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വി ബൈ R1 പ്ലസ് വി ഇൻറ്റു 1 by R2 എന്ന് പറഞ്ഞാൽ വി ബൈ R2. അപ്പോൾ സെയിം ഉള്ളതിനെ ക്യാൻസൽ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോമൺ ഔട്ടാക്കി എഴുതിയത്. നോക്കുക, രണ്ട് സ്ഥലത്തും വി ഉണ്ട് അല്ലേ? വി രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ആരൊക്കെ ഉള്ളത്? 1 by R ഈക്വൽ ടു 1 by R1 പ്ലസ് 1 by R2. അങ്ങനെ കിട്ടിയല്ലോ. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആറാണ് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? 1 by R ആണ്. അപ്പോൾ 1 by R നമുക്ക് തിരിച്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആറിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ആറിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 by R ഈക്വൽ ടു R2 പ്ലസ് R1 ഡിവൈഡഡ് ബൈ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലേ? സെയിം നമ്പേഴ്സിൻ്റെ വെച്ച് അതേപോലെ തന്നെ R1 ഇൻറ്റു 1 സോറി R2 ഇൻറ്റു 1 R2 പ്ലസ് R1 ഇൻറ്റു 1 R1 divided by R1 into R2. മനസ്സിലായല്ലോ? 1 by R ആണ്. 1 by R തന്നെയാണ് ഇവിടെ, വ്യത്യാസം വന്നിട്ടില്ല. 1 by R നമ്മൾ ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. 1 by R1 പ്ലസ് 1 by R2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 by R ഈക്വൽ ടു R2 ഇൻറ്റു 1 R2 പ്ലസ് R1 ഇൻറ്റു 1 R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2. നമ്പേഴ്സ് വെച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. പക്ഷേ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടുന്നത്? 1 by Rൻ്റെ വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? നമുക്ക് വേണ്ടത് ആരാണ്? ആറിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കാന്ന് പറഞ്ഞാൽ ആറിനെ മുകളിൽ കൊണ്ടുവരിക, 1നെ അടി കൊണ്ടുവരിക. അപ്പോൾ ആറെന്ന് പറഞ്ഞാൽ എന്താണ്? R by 1 എന്ന് പറയുന്നതും R എന്ന് പറയുന്നത് ഈക്വൽ അല്ലേ? ഒരു സംഖ്യയുടെ അടിയിൽ. ഇപ്പം 5 by 1 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 5 തന്നെയാണ്. അടിയിൽ ഡിനോമിനേറ്ററിൽ 1 ആണെന്നുണ്ടെങ്കിൽ അതിന് ആ നമ്പറിൻ്റെ വില തന്നെയായിരിക്കും. അപ്പോൾ R by 1 എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മാറ്റി എഴുതി തരാം. ടേക്കിംഗ് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? നേരെ തല തിരിഞ്ഞ് വരും. R by 1 ഈക്വൽ ടു എന്ത് വരും? നേരെ തല തിരിഞ്ഞ് എന്ത് വരും? R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R1. R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R1. ഇങ്ങനെ തിരിഞ്ഞ് ചെയ്യാനും കുഴപ്പമില്ല, പ്ലസ് അല്ലേ? അപ്പോൾ R1 പ്ലസ് R2 എന്ന് ചെയ്യാൻ പ്രശ്നമില്ല. R1 ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 തന്നെ എഴുതാം. പ്ലസ് ആയതുകൊണ്ട് അവിടെ വ്യത്യാസം വന്നില്ല. തിരിച്ച് എഴുതിച്ച് കുഴപ്പമില്ല. അപ്പോൾ R1 പ്ലസ് R2 എഴുതാം. എങ്ങനെ ചെയ്താലും പ്ലസ് അല്ല അവനെ, രണ്ടും കൂടി പ്ലസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ R2 ആദ്യം എഴുതിയാലും R1 ആദ്യം എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് നമുക്ക് R1 ആദ്യം എഴുതാം. അപ്പോൾ എന്താ കിട്ടി? R by 1 എന്ന് പറയുന്നതാണ് 6 തന്നെയാണ് അല്ലേ? R by 1 എന്ന് പറയുന്നത് 6 തന്നെയാണ്. അപ്പോൾ R is equal to R1 into R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? R ഈക്വൽ ടു R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. പ്രോബ്ലം ചെയ്യാനായിട്ട് എന്താ ഈ ആറ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ഈ എൻ്റെ ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാടെ ഓർത്തിരിക്കുക. നമ്മൾ സീരീസിൻ്റെ എന്താണ് ഓർത്തത്? സീരീസ് കണക്ഷനിൽ നമ്മൾ എന്താണ്? സീരീസ് കണക്ഷനിൽ R is equal to R1 plus R2. പാരലൽ കണക്ഷനിൽ R is equal to, ഇത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ, മറ്റേത് ജസ്റ്റ് സം ചെയ്താന്ന് ഓർത്താൽ മതി. പക്ഷേ ഇവിടെ സം ചെയ്യാല്ല. എന്താണ് ചെയ്യേണ്ടത്? R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഈ ക്വസ്റ്റ് തെറ്റിക്കരുത് കേട്ടോ. R1 ഇൻറ്റു ആണ് മുകളിൽ വേണ്ടത്. ഇത് പ്ലസും ഡിവിഷൻ ഇൻറ്റു മാറ്റി വയ്ക്കുക. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും മാർക്ക് വരുന്നത്. മുകളിൽ എപ്പോഴും മുകളിൽ ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷനാണ് മുകളിൽ, സമ്മാണ് അടിയിൽ വേണ്ടത്. അപ്പോൾ R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. തല തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം
റെസിപ്രോക്കൽ തന്നെ എടുക്കേണ്ടി വരും. എപ്പോഴും ഓർക്കുമ്പോൾ ഇൻറ്റു മുകളിലും പ്ലസ് അടിയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഇട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഓംസ് ലോ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാത്തിനും നമുക്ക് ഈ ഡെറിവേഷൻ ചോദിക്കില്ല. എല്ലാത്തിനും എന്താണ് ഈ ഇക്വേഷനാണ് എല്ലാ പ്രോബ്ലത്തിനും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഡെറൈവ് ചെയ്ത് എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഇക്വേഷനാണിത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഈ ഡെറിവേഷൻ വന്നാൽ ഈ ഇക്വേഷനിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ചോദിക്കുക, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താണ് ഇൻ പാരലൽ കണക്ഷനിൽ എന്ത് സംഭവിക്കും? കറണ്ട് ഗെറ്റ്സ് ഡിവൈഡഡ്. കറണ്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ I is equal to I1 plus I2 എന്ന് എഴുതി. ഓംസ് ലോ പ്രകാരം I എന്ന് പറയുന്നത് V/R ആണ്. അപ്പോൾ I equal to V/R എന്ന് എഴുതി. C equal to V/R1 plus V/R2. R1ന്റെ അക്രോസ് ഉള്ള കറണ്ടാണ് I1, അതുകൊണ്ട് R1ഉം R2ന്റെ അക്രോസ് ഉള്ള കറണ്ടാണ് I2, അതുകൊണ്ട് ഇവിടെ R2 എന്നും വന്നു. എന്താണ് നമ്മൾ V പുറത്തേക്ക് കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ V/R ഈക്വൽ ടു ഇവിടെ എന്താണ് രണ്ട് V കോമൺ ആണ് അല്ലേ, V കോമൺ ആണ്. അപ്പോൾ V പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരും? V പുറത്തേക്ക് എടുക്കുമ്പോൾ 1/R1 plus 1/R2 എന്ന് വരും. V/R is equal to V into 1/R1 plus 1/R2 എന്ന് വന്നു. ഇവിടെയും V ഉണ്ട് അല്ലേ. ഈ Vനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. V equal to V into 1/R equal to V into 1/R1 plus 1/R2. രണ്ട് V ക്യാൻസൽ ചെയ്ത് പോയി. V ക്യാൻസൽസ് ഔട്ടാ. അപ്പോൾ എന്താണ് കിട്ടും? 1/R is equal to 1/R1 plus 1/R2. നമുക്ക് വേണ്ടത് 1/R അല്ല, R ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. R1 R2 into R1 ഡിവൈഡഡ് ബൈ R1 plus R2. ഇതാണ് R2 plus R1 ഡിവൈഡഡ് ബൈ R1 into R2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നെ സാധാരണ നമ്പേഴ്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ R2 into 1 R2 plus R1 into 1 R1 ഡിവൈഡഡ് ബൈ R1 into R2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1/Rന്റെ വിലയാണ് നമുക്ക് ഇങ്ങനെ ചെയ്താലും കിട്ടുന്നത്. നമുക്ക് വേണ്ടത് 1/R അല്ല, R ആണ് വേണ്ടത്. അപ്പോൾ R നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ എന്താണ് എടുക്കേണ്ടത്? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, നേരത്തെ തലയിരിച്ചെടുക്കുക. അപ്പോൾ എന്ത് വരും? R/1. R/1 എന്ന് പറയുന്നത് എന്താണ്? R തന്നെയാണ് അല്ലേ. അപ്പോൾ 5/1 എന്ന് പറയുന്നത് 5 തന്നെയാണ്. 7/1 എന്ന് പറയുന്നത് 7 തന്നെയാണ്. ഒരു നമ്പറിൻ്റെ അടിയിൽ 1 വന്നു കഴിഞ്ഞാൽ ആ വില തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ 1/R തിരിച്ചിടുമ്പോൾ R/1 വരും. ഇപ്പോൾ R ഈക്വൽ ടു തിരിച്ചിടാം. R1 into R2 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R1, അല്ലെങ്കിൽ R1 പ്ലസ് R1 into R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. R1 R2 മാറിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിൽ നമ്മൾ എങ്ങനെ എഴുതി? R ഈക്വൽ ടു എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 into R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പ്രോബ്ലംസിലൊക്കെ ഉണ്ട്. അപ്പം സീരീസിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പാരലലിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക തന്നെ വേണം. നമുക്ക് ഞാൻ ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം, നമുക്ക് കൂടുതൽ കാര്യം മനസ്സിലാവും. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് നോക്കേണ്ടത്? ആദ്യം നോക്കേണ്ടത് റെസിസ്റ്റൻസിൻ്റെ കണക്ഷൻ. റെസിസ്റ്റേഴ്സിൻ്റെ കണക്ഷൻ സീരീസ് ആണോ പാരലൽ ആണോ നോക്കുക. സീരീസ് ആണെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കും R ഈക്വൽ ടു R1 പ്ലസ് R2. പക്ഷെ ഇവിടെ നോക്കുക, രണ്ട് റെസിസ്റ്റേഴ്സും തുടങ്ങി എന്ത് അവസാനിക്കുന്ന സെയിം പോയിന്റിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ കണക്ഷൻ എന്താണ്? ഇത് പാരലൽ കണക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഇക്വേഷൻ പഠിച്ചു അല്ലേ. ഇക്വേഷൻ എന്താണ് പഠിച്ചത്? R1 into R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഉണ്ടോ ഇക്വേഷൻ? അപ്പം എങ്ങനെയാണ് യൂസ് ചെയ്യാൻ മനസ്സിലായോ? അപ്പോൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ഗുണം മനസ്സിലായോ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ R1 എന്ന് പറയുന്നത് എന്താണ്? 12. അങ്ങനെ വരും 12 ഇൻറ്റു ആണ് R1 ഇൻറ്റു 12 ഇൻറ്റു R2 എന്താണ്? 4.
12 into 4 divided by എന്താണ് R1 plus R2. 12 plus 4 എന്ത് വരും? 12 into 4 എന്ത് വരും? 12 into 4 8 48. എന്താണ് ഇങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? R1 into R2 divided by R1 plus R2. R1 എന്ന് പറയുന്നത് 12 ആണ്, R2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 12 into 4 divided by 12 plus 4. 12 into 4 എത്രയാണ്? 12 into 4 48. 48 divided by 12 plus 4 16. എന്താണ് 48 divided by 16 ചെയ്യുക? 48 divided by 16 എന്ന് പറയുന്നതാണ് 16 into 3 ആണ് 48 ആണല്ലോ. അപ്പോൾ എന്ത് വരും? ഉത്തരം എന്ത് വരും? 3 ഓം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ഓം ആണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ മനസ്സിലായില്ല. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യണം. സീരീസിലാണെങ്കിൽ എന്താ ചെയ്യുക? സീരീസിൽ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ R=R1 plus R2 ചെയ്താൽ മതി. പക്ഷെ പാരലൽ അതങ്ങനെയല്ല ചെയ്യേണ്ടത്. പാരലൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ സമാന്തരമായിട്ടാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതിൻ്റെ പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R1 into R2 divided by R1 plus R2 ആണ്. തലതിരിച്ച് എഴുതി വെക്കരുത്. R-ൻ്റെ വില എന്ന് പറയുന്നത് R1 into R2 divided by R1 plus R2. അപ്പോൾ നമുക്ക് ഇന്ന് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇത് പഠിച്ചു അല്ലേ? ഇന്ന് നാളെ നമുക്ക് ഇതിൽ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്രയും നോട്ട്ബുക്കിലേക്ക് എഴുതുക, ഇതിൻ്റെ ഡെറിവേഷൻ എഴുതുക കേട്ടോ. ഈ സീരീസ് കണക്ഷൻ്റെ പാരലൽ കണക്ഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത് ഇക്വേഷൻ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.